നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ? ജോലി തിരക്കാണോ തടസ്സം? വിഷമിക്കേണ്ട, ബാസ് സ്റ്റഡി സെന്റർ നിങ്ങളൊപ്പം ഉണ്ട്. BA, BCom, BBA, BSW പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെ ഇരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം? അല്ല, ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെന്റർ കൂടെ. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്കിപ്പോൾ ഫസ്റ്റ് സെമ്മിൻ്റെതാണെങ്കിലും അതല്ല സെക്കൻഡ് സെമ്മിൻ്റെ എക്സാംസ് ആണെങ്കിലും നമുക്ക് ഒരുമിച്ചായിരിക്കും നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്കിപ്പം പഠിക്കുന്ന രീതികളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, അല്ലെങ്കിൽ പഠനം എങ്ങനെ എളുപ്പമാക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എക്സാമുകൾ, അതായത് ഫസ്റ്റ് സെം ആണെങ്കിലും സെക്കൻഡ് സെം ആണെങ്കിലും ഒരുമിച്ചായിരിക്കും ഇനി വരുന്നുണ്ടായിരിക്കുക. അപ്പം നിങ്ങളിപ്പം ഏകദേശം ഫസ്റ്റ് സെമ്മിന്റെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും, ഏകദേശം പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലെ. അതുപോലെ തന്നെ സെക്കൻഡ് സെം ആണെങ്കിലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ സെക്കൻഡ് സെമ്മിന്റെ കൂടെ ആണെങ്കിലും നമുക്കിപ്പോൾ അസൈൻമെന്റും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യുന്ന ടൈം ആയിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരും പ്രോപ്പർ ടൈമിൽ തന്നെ അസൈൻമെന്റും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫസ്റ്റ് സെം ആണെങ്കിലും സെക്കൻഡ് സെം ആണെങ്കിലും എല്ലാവരും പ്രോപ്പർ ആയിട്ട് തന്നെ പഠിക്കുക. പിന്നെ നിങ്ങൾക്കിപ്പം ഫസ്റ്റ് സെമ്മിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്കിപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വെച്ച് നിങ്ങൾ കുറച്ചുകൂടെ പഠിക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. പിന്നെ അത് മാത്രമല്ല, എല്ലാവരും ഫസ്റ്റ് സെമ്മിന്റെ അസൈൻമെന്റ് ഒക്കെ പ്രോപ്പർ ടൈമിൽ തന്നെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അസൈൻമെന്റ് മാർക്കിൽ നിങ്ങൾ പാസ് ആവും എന്നുള്ളൊരു ഇതിൽ നിൽക്കരുത്. തിയറി പേപ്പറിനാണെങ്കിൽ നമുക്ക് 70 മാർക്കാണ് വരുന്നത്. ആ മാർക്കിൽ 21 മാർക്കാണ് പാസ് മാർക്ക് ഉണ്ടായിരിക്കുക, അസൈൻമെന്റ് കൂടാതെ. അതായത് തിയറി പേപ്പറിന് മാത്രം 70 മാർക്ക്, 21 മാർക്കാണ് പാസ് മാർക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു 21 മാർക്കിൽ കൂടുതൽ നിങ്ങൾ മേടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതുപോലെ തന്നെ റിവിഷൻസ് ക്ലാസ്സസ്, അത്തരത്തിലൊക്കെ നിങ്ങൾ മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കിപ്പം ഈസി ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ ഇപ്പം തന്നെ എല്ലാവരും പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. നമുക്കിപ്പോൾ സെക്കൻഡ് സെമ്മിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ ഫസ്റ്റ് സെമ്മിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് മുന്നോട്ട് പോവാം. ഈ രൂപത്തിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. റിവിഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുൻപ് തന്നെ തീർക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ചെക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്നൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ക്വസ്റ്റ്യൻ പേപ്പർ, അതിൻ്റെ ആൻസേഴ്സ് എങ്ങനെ എഴുതണം, അല്ലെങ്കിൽ എത്ര മാർക്കിലാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്കൻഡ് സെം ആയിരിക്കും. സെക്കൻഡ് സെമ്മിന്റെ ക്ലാസ്സുകളും പ്രോപ്പറായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. കാരണം നമുക്ക് 2 സെം ഒരുമിച്ചാണ് എക്സാം വരുന്നതെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത് സിമ്പിളായിട്ട് എഴുതിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മെത്തേഡാണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരു മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ ഫസ്റ്റ് ഇയർ ആണെങ്കിലും ഫസ്റ്റ് ഇയർ പറഞ്ഞതുപോലെ തന്നെ സെക്കൻഡ് ഇയറിന്റെ കേസിലും നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. അസൈൻമെന്റ് ഒക്കെ പ്രോപ്പർ ടൈമിൽ തന്നെ സബ്മിറ്റ് ചെയ്യാം. നമുക്കിപ്പോൾ അസൈൻമെന്റിന്റെ ടൈമാണ് മെയ് 10-ാം തീയതിയാണ് നമുക്ക് ഡേറ്റ് വരുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അതിന് മുന്നേ തന്നെ അസൈൻമെന്റ് ഒക്കെ റിട്ടേൺ ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പ്രോപ്പറായിട്ട് തന്നെ ശ്രദ്ധിക്കുക. പിന്നെ അത് മാത്രമല്ല, എക്സാംസിന് വേണ്ടി പഠിക്കുക. സെക്കൻഡ് സെമ്മിന്റെ ക്ലാസ്സുകൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക, എക്സാംസിന് വേണ്ടി പഠിക്കുക, നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സാവുക. നമുക്ക് ഏകദേശം ഒരു ഫസ്റ്റ് സെമ്മിന്റെ എക്സാം കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏകദേശം ഈ രൂപത്തിലാണ് എക്സാംസ് ഒക്കെ വരുന്നത് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ആരും തന്നെ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നമുക്ക് സിമ്പിൾ ആയിട്ട് എക്സാം എഴുതിയെടുക്കാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. ഏതൊക്കെ പേപ്പേഴ്സ് ആണെന്നുള്ളത്, അതിന്റെ സിലബസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഇപ്പം ഓരോരുത്തരുടെയും അനുസരിച്ചായിരിക്കും. നിങ്ങൾക്ക് ഇപ്പം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല എല്ലാ സബ്ജക്റ്റും. അപ്പൊ നിങ്ങൾക്ക് ടഫായിട്ട് തോന്നുന്ന സബ്ജക്ട് ഏതാണോ ആ സബ്ജക്ട് നിങ്ങൾ ഫസ്റ്റിൽ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരുപാട് ടൈം ഒന്നും വേസ്റ്റ് ചെയ്യാതെ നിങ്ങൾക്ക് ഏത് ടൈമിലാണ് പഠിച്ചാൽ മനസ്സിലാവുക എന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം അനുസരിച്ച് മാത്രം നിങ്ങൾ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുക. അതുപോലെ നോട്ട്സ് ഒക്കെ നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ തന്നെ അതിനിടയിൽ നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് മസ്റ്റായിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അപ്പം ആരും മറക്കരുത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ പ്രോപ്പറായിട്ട് തന്നെ ചെക്ക് ചെയ്യുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ ഏകദേശം നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ എക്സാം
അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഫസ്റ്റ് സെം ആണെങ്കിലും സെക്കൻഡ് സെം ആണെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതിയെടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുവാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഫോളോ അപ്പ് ചെയ്യുവാണെങ്കിൽ റിവിഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഫസ്റ്റ് സെം ആണെങ്കിലും സെക്കൻഡ് സെം ആണെങ്കിലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എക്സാം ടൈമിലേക്ക് നമുക്ക് കംപ്ലീറ്റ് പോർഷൻസ് തീർക്കാനും അതുപോലെ തന്നെ ഒരു റിവിഷനുള്ള ടൈം വരെ ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും നിങ്ങൾ ഓരോ സബ്ജക്ട് പഠിക്കുമ്പോഴും ഏത് സബ്ജക്റ്റ് ആണോ നിങ്ങൾക്ക് ടഫ് ആയിട്ട് തോന്നുന്നത് ആ ഒരു സബ്ജക്റ്റിന് വേണ്ടിയിട്ട് കൂടുതൽ സമയം മാറ്റി വെക്കുക. അപ്പൊ നിങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്കിപ്പോൾ ഫസ്റ്റ് സെമ്മിന്റെ ഏകദേശം ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ റിവിഷനിലേക്ക് നിങ്ങൾ കടന്നിട്ടുണ്ടാവും. അതുപോലെ സെക്കൻഡ് സെമ്മിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതോടൊപ്പം തന്നെ നിങ്ങളിപ്പം ക്ലാസ്സുകളൊക്കെ കാണുന്നതോടൊപ്പം അല്ലെങ്കിൽ ക്ലാസ്സുകൾ നോക്കുന്നതോടൊപ്പം അല്ലെങ്കിൽ നോട്ട്സും കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് പോവുകയാണെങ്കിൽ എക്സാം ടൈമിലേക്ക് നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ ഷോർട്ട് നോട്ട് മറിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാം. നമുക്ക് മസ്റ്റായിട്ടും വേണ്ടതാണ് ഒരു ഷോർട്ട് നോട്ട്. അതുപോലെ തന്നെ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് റിവിഷനും കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ചെക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്